അതിന്റെ 14 വർഷത്തെ ജീവിതത്തിൽ ഗ്രൗണ്ടും പ്ലേയേഴ്സൊക്കെ റെഡിയാണ്. ഇനിയിപ്പം കളി ആരംഭിക്കുകയാണ്. അല്ല ചേഞ്ച് സാധ്യമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ അറിയോ? നോർത്ത് ഇന്ത്യയിലെ മധ്യപ്രദേശിലെ ഇൻഡോർ തന്നെയാണ്. കാരണം ഇവിടുത്തെ ക്ലീനിങ്, തമ്പാക്കും കുടുക്കിയും മറ്റു എന്താ പറയാ ആ ഒരു രീതിയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ ആ സിറ്റിയിലും മറ്റും തുപ്പാൻ പറ്റാത്ത രൂപത്തിലാക്കി മാറ്റി ഇവിടുത്തെ ആ ഒരു ഭരണകൂടം അല്ലേ? അതെ, അതെ. ഇൻഡോറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ നമ്പർ 1 ക്ലീനസ്റ്റ് സിറ്റിയാണ്. അതെ. അപ്പോൾ അതും കാരണം ക്രമേണയാണ് അത് ഗ്രാജ്വലി ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ പലപ്പോഴും അതിനുള്ള പ്രധാന കാരണം ജനങ്ങളിൽ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ തുപ്പാൻ പാടില്ല, പബ്ലിക് സ്പേസുകളിൽ കച്ചറ ഇടാൻ പാടില്ല, വേസ്റ്റുകൾ പുറത്തേക്ക് വലിച്ചെറിയാൻ പാടില്ല എന്നൊരു അവയർനെസ് അതിന് പല സ്റ്റെപ്പുകളും നമുക്ക് കൈക്കൊള്ളാവുന്നതാണ്. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും ചേഞ്ച് സാധ്യമാണ്. അതിന് കൃത്യമായ സിസ്റ്റവും സംവിധാനങ്ങളും പിന്നെ പ്ലാനിംഗ് ഒക്കെ കൂടി നമ്മൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും സാധ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇൻഡോറിന്റെ ആ ഒരു റൂട്ട് ഉസ്താദിന് മനസ്സിലാവും. കാരണം 14 വർഷമല്ലേ ഇവിടെ. അതെ, ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് 8 വർഷം അങ്ങനെ ആയിട്ടുള്ളൂ ഇന്റോറിനെ ഇന്ത്യയിലെ നമ്പർ 1 ക്ലീൻ അതെ, സിറ്റിയായി പ്രഖ്യാപിച്ചിട്ട്. അതെ, അതെ, 8 വർഷമായിട്ട് അവർ കണ്ടിന്യൂ ആയിട്ട് അത് അതെ, അതെ, ഏറ്റുവാങ്ങുന്നുണ്ടല്ലേ? അതെ, അതെ, അതെ. അപ്പോൾ ആ ഒരു 8 വർഷത്തിന് മുമ്പുള്ള ഇൻഡോറും അതിന് ശേഷമുള്ള ഇൻഡോറും അത് അതാണ് ഞാൻ പറഞ്ഞത്. 8 വർഷത്തിന് മുമ്പ് പിന്നെ ആ ഒരു അവയർനെസ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജനങ്ങൾക്കിടയിൽ അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഇല്ലായിരുന്നു. അതെങ്ങനെ സാധ്യമാകും എന്ന് പോലും പലപ്പോഴും ആ ഒരു സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന ഒരു ക്യാമ്പയിന് പിന്നെ ലോഞ്ച് ചെയ്തപ്പോൾ പ്രത്യേകിച്ച് കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഗല്ലി സംവിധാനങ്ങളാണല്ലോ. ഉം. ചെറിയ അടുത്തടുത്ത് വീടുകൾ അവരുടെ വേസ്റ്റുകൾ നിക്ഷേപിക്കാനുള്ള സ്പേസോ കാര്യങ്ങളോ ഇല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വീടിന് ചുറ്റുവശത്തും കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉം. അങ്ങനെ ഒരു സംവിധാനം ഇല്ലാതിരുന്നിട്ട് പോലും ഓരോ വീടുകളിലും ദിവസവും 2 തവണ വേസ്റ്റ് എടുക്കാൻ വേണ്ടി വണ്ടികൾ വരുന്നു. ഓ! ആ അപ്പോൾ വണ്ടി. അത് ആ സത്യം പറഞ്ഞാണ്ടല്ല രാവിലെ എഴുന്നേൽക്കുമ്പോ ആ പാട്ടില്ലേ എന്താ? ഇൻഡോർ ഈസ് നമ്പർ 1 എന്താ ഫുള്ള് കേട്ടിട്ടില്ല. അത് പക്ഷെ അത് സത്യം പറഞ്ഞാണ്ടല്ല ഏതൊരു വൃത്തിയില്ലാത്തവനും വൃത്തിയാക്കുന്ന ഒരു സാധനം. അതാണ് നിരന്തരമായ ശ്രമങ്ങൾ. ഇപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ഇസ്ലാമിലും അത് തന്നെയാണോ നിരന്തരം കാരണം ഇപ്പം 5 വക്ത് അസാൻ, ബാങ്ക്. അപ്പോൾ ബാങ്ക് കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും നിസ്കാരത്തിനോടുള്ള ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ ഒരു താല്പര്യം അങ്ങനെ പിന്നെ ഫദക്കിർ ഫഇന്ന ദിക്ര തൻഫഉൽ മുഅ്മിനീൻ എന്നാണല്ലോ. അപ്പം നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ പാട്ടിൻ്റെ അതിൻ്റെ ഒരു ബാക്കിലുള്ള ഒരു സൈക്കോളജി അതാണ്. ഭയങ്കര അപ്പോൾ ആ പാട്ട് അവർക്ക് ഓട്ടോമാറ്റിക്കലി ആ പാട്ട് കേൾക്കുമ്പഴ് പിന്നെ കച്ചറ എന്തായാലും പുറത്തിടാൻ പാടില്ല. ഉം. കച്ചറ വണ്ടി വന്നു. ഉം. വേസ്റ്റ് ഇടാനുള്ള വണ്ടി. അപ്പോൾ അതിലേക്ക് വേസ്റ്റ് ഇടണം എന്ന് അതായത് ആ വണ്ടി വരുമ്പോ ഒരു വണ്ടി ആ ഗല്ലിയിലൂടെ പോകുമ്പോ ഒരു സ്ഥലത്ത് നിർത്തും. ആ സ്ഥലത്തുന്ന് ആ വീട് അവിടെയുള്ള വീടുകളിലെല്ലാ ആളുകൾ എന്ത് ചെയ്യും ബക്കറ്റായിട്ട് വരും. ആ കച്ചറയും മീൻസ് ഈ വേസ്റ്റുകളും 2 രീതിയിലുള്ള വേസ്റ്റുകൾ. ഡ്രൈ വേസ്റ്റും, വെറ്റ് വേസ്റ്റും. ആ. നനഞ്ഞ വേസ്റ്റുകൾ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അത് വേറെ. പിന്നെ ഈ പ്ലാസ്റ്റിക് അതുപോലെ കടലാസ് അതൊക്കെ വേറെ. അങ്ങനെ 2 ഓരോ വീടുകളിലും 2 ഡസ്റ്റ്ബിന്നുകളാണ്. ആഹാ. അപ്പം അത് തന്നെ വലിയൊരു വിജയമാണ്. പിന്നെ ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട്, സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഓരോ വീടുകളിലും ചെറിയ കുട്ടികൾ വരെ വേസ്റ്റ് ഇടുമ്പോൾ അവർ ചോദിച്ചിട്ടാണ് ഇത് ഇതിലാണോ ഇടേണ്ടത് ഇല്ല പിന്നെ ഏതിലാണ് ഇടേണ്ടത് എന്നുള്ളത്. അപ്പം ആ രീതിയിലുള്ള ബോധവൽക്കരണങ്ങളും നിരന്തര ശ്രമങ്ങളും നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ റിസൾട്ട് കാണും. അല്ല ഞാനിത് കുറ്റപ്പെടുത്തുകയല്ല. കേരളക്കാരായ നമുക്ക് നമ്മളൊരു എന്താ പറയാ സ്വയഹങ്കാരം നമ്മള് ധരിച്ച ധാരണയുണ്ട്. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ളവര് നമ്മളും, പിന്നെ ഏറ്റവും വൃത്തിയുള്ള നാട് നമ്മളിതെന്നാണെന്ന്. സത്യം പറഞ്ഞാല് ഒരു ആയിരങ്ങള് ദിനേന വരുന്ന കോഴിക്കോട് ബീച്ചിന്റെ എൻ്റെ ഒരു 6 മാസത്തെ വീഡിയോ ഉണ്ട്. ആ വീഡിയോവും ഇന്നലെ ഉള്ള ഇൻഡോറിന്റെ ചില പരിസര പ്രദേശങ്ങളിൽ ഉം, എടുത്ത ഉം, ഉം. വീഡിയോസും കണ്ടാല് എന്താവും? ആ, നമുക്ക് മനസ്സിലാവും. മനസ്സിലാവും. അപ്പൊ ചില സിസ്റ്റങ്ങൾ എന്ത് ചെയ്യണ്ട് നമ്മളുടെ ഭാഗത്തുനിന്നുള്ള ചില തിരുത്തലുകൾ ആവശ്യമാണ്. അതെ, 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 അതെ. അത് കേരളത്തിൽ ഈ ഇൻഡോറിലെ ക്ലീനസ്റ്റ് സിറ്റി ആകാനുള്ള പ്രധാന കാരണം അതിൻ്റെ നേതൃത്വത്തിൽ ആ സമയത്ത് ആ ഒരു ക്യാമ്പയിനിന് നേതൃത്വം കൊടുത്തിരുന്നത് അസദ് വാർസി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടാറുണ്ട്. നമ്മളെ ക്യാമ്പസിലൊക്കെ പലപ്പോഴും കുട്ടികളെ ട്രെയിനിങ്ങിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പലപ്പോഴും ഇൻ്റർവ്യൂ ചെയ്തപ്പോഴും സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ആഹ്, സൗദിയിൽ നിന്ന് പ്രത്യേകിച്ച് ഹറമൈൻ ഷെരീഫൈൻ്റെ ആ ഒരു ക്ലീനിങ് സിസ്റ്റം ഉം. അതൊക്കെ കൂടുതൽ നന്നായി പഠിച്ചു. അതിൽ നിന്ന് അവിടുന്ന് കുറേ കാര്യങ്ങൾ, വിഷയങ്ങൾ പഠിക്കാൻ സാധിച്ചു. അതൊക്കെ ആണ് ഇവിടെ ഇൻഡോറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പഠിക്കാൻ നമ്മൾ ഓരോ ഭാഗത്ത് അതിപ്പം കേരളക്കാർ കേരളത്തിന് പുറത്തു നിന്നും, കേരളത്തിന് പുറത്തുനിന്ന് ആളുകൾ കേരളത്തിൽ നിന്നും, ഇനി ഇന്ത്യക്കാർ പുറത്തുനിന്നൊക്കെ ആയിട്ട് അതെ. ലേണിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമുക്ക്
വിഷയങ്ങൾ പഠിക്കുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്താൽ എല്ലാ മാറ്റങ്ങളും സാധ്യമാണ്. അതെ. ഉസ്താദിന്റെ 14 വർഷത്തെ ജീവിതത്തിൽ ഗ്രൗണ്ടും പ്ലേയേഴ്സൊക്കെ റെഡിയാണ്. ഇനിയിപ്പം കളി ആരംഭിക്കുകയാണ്. എങ്ങനെയാണ് അടുത്ത പദ്ധതികളും അതിനെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ? അൽഹംദുലില്ലാ, വളരെ ഞാൻ പറഞ്ഞല്ലോ, വലിയ രീതിയിൽ നമുക്ക് സന്തോഷിക്കാനോ അല്ലെങ്കിൽ ഇത്ര മതി എന്ന രീതിയിൽ ആ ഒരു സ്റ്റാറ്റസിലേക്ക് നമ്മൾ എത്തിയില്ല. നമുക്കിപ്പോഴും നിങ്ങൾ പറഞ്ഞ പോലെ ഗ്രൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഭാവി പദ്ധതികൾ ധാരാളമായിട്ട് നമുക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റായ ഈ തൈബ ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസ് കോളേജ്, അത് ഇപ്പോഴും സ്ഥലപരിമിതി മൂലം നമുക്ക് കുട്ടികളെ കൂടുതൽ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അവർക്ക് അഡ്മിഷൻ കൊടുക്കാനോ കഴിയുന്നില്ല. അപ്പോൾ ഭാവിയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ നല്ല വലിയൊരു ക്യാമ്പസ് നമുക്ക് ആവശ്യമാണ്. അതിന് ഇൻഷാ അല്ലാഹ് ഒരു 10 ഏക്കർ സ്ഥലം അത് പിന്നെ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ദുആ ചെയ്യുക. അതോടൊപ്പം പിന്നെ ആ 10 ഏക്കർ സ്ഥലത്ത് നമുക്ക് പിന്നെ ഇൻ്റഗ്രേറ്റഡ് ക്യാമ്പസ് ആയിട്ട് അതിൽ എല്ലാ എഡ്യൂക്കേഷൻ സംവിധാനങ്ങളും വലിയ സൗകര്യത്തോടു കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ നടന്നു വരുന്ന പ്രവർത്തനങ്ങളെ ഒന്നുകൂടി ഊർജിതമാക്കി കൂടുതൽ ജനങ്ങളിലേക്ക് അതിൻ്റെ ബെനിഫിറ്റുകൾ എത്തിക്കുകയും പിന്നെ ആവശ്യാനുസരണം സ്ഥാപനങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാനീ പറഞ്ഞ സുന്യായിമ കൗൺസിലിൻ്റെ കീഴിൽ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു ഇമാമുകൾക്ക്. അപ്പോൾ ആ വർക്ക്ഷോപ്പിൽ കുറേ വിഷയങ്ങൾ പിന്നെ ചർച്ച ചെയ്തു. അതിൽ നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് മക്തബുകൾ, പ്രൈമറി എഡ്യൂക്കേഷൻ സെൻറ്ററുകൾ. അത് ഒന്നുകൂടി വിപുലപ്പെടുത്തിക്കൊണ്ട് എല്ലാ മേഖലയിലും ചെറിയ രീതിയിലുള്ള പ്രൈമറി എഡ്യൂക്കേഷൻ സെൻറ്ററുകൾ ഇൻഷാ അല്ലാഹ് സ്ഥാപിക്കാനുള്ള പദ്ധതികളുണ്ട്. പിന്നെ മറ്റൊന്ന് ഈ സംഘടനാ സംവിധാനങ്ങൾ ഒന്നുകൂടി അത് പിന്നെ നാട്ടിലുള്ള SSF ആണെങ്കിലും അതുപോലെ ഉലമ കൗൺസിലാണെങ്കിലും അതിനൊക്കെ ഒന്നുകൂടി നാട്ടിലുള്ള ആ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് ഇൻഷാ അല്ലാഹ് ക്രമേണ നമുക്ക് എത്തിക്കാൻ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആളുകളെ ആവശ്യമുണ്ട്. അതെ, അതായത് ഇപ്പോൾ ഈ പഠനമൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന കുറേ ആളുകളുണ്ടാവും. അതായത് ഡിഗ്രി അല്ലെങ്കിൽ PG ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ടേണിംഗ് പോയിന്റ് ഇങ്ങനെ കിട്ടാതെ നിൽക്കുന്ന ഫ്രീ ആയ ആളുണ്ടാവും. ഇപ്പോൾ എൻ്റെ കൂടെ വന്ന റംഷി, അവന് കുറച്ച് എന്താണ്, ഇപ്പോൾ ആളവിടെ ഫ്രീ ആണ്. ഇപ്പം എൻ്റെ കൂടെ യാത്രയിലുടനീളം വരുന്ന ആളുകൾ അങ്ങനെയാണ്. അതായത് ഇപ്പോൾ അവർ ഫ്രീ ആണ്, അവരുടെ ടൈം കുറച്ച് ടൈം അവർക്ക് ചിലപ്പോൾ 1 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ ഫ്രീ ഉണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾ ഇതുപോലെ തൊയ്ബയിലേക്കോ അല്ലെങ്കിൽ ഇൻഡോറിലേക്ക് വരികയും ഉസ്താദിനെ ജസ്റ്റ് മീറ്റ് ചെയ്യും, പിന്നെ ഏതെങ്കിലും ഇതുപോലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമാവുകയും ചെയ്യുക അല്ലേ? ഒരു 1 മാസം, ഒരു 1 മന്ത് ഇവിടെ അതാണ് ഒരു എന്താണ് ഗിവ് ആൻഡ് ടേക്ക് പോളിസി എന്ന് പറയാം. അവരിവിടെ വന്നാൽ അവർക്ക് തീർച്ചയായിട്ടും പലതും പഠിക്കാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ ലാംഗ്വേജ് തന്നെ പറയുകയാണെങ്കിൽ ഉറുദു ലാംഗ്വേജ് ആണെങ്കിലും ഹിന്ദി ലാംഗ്വേജ് ആണെങ്കിലും ഇവിടുത്തെ കൾച്ചറുകളാണെങ്കിലും പിന്നെ ഒക്കെ അവർക്ക് പഠിക്കാം. അതോടൊപ്പം ബിസിനസ് സാധ്യതകൾ അവർക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതോടൊപ്പം ഒരു ഗിവ് എന്നുള്ള പോളിസിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന പിന്നെ സർവീസുകൾ, അത് എഡ്യൂക്കേഷൻ ഫീൽഡാണെങ്കിലും സോഷ്യൽ ഫീൽഡാണെങ്കിലും ഏത് ഫീൽഡാണ് അവർക്ക് ഇവിടെയുള്ള ആളുകളെ സഹായിക്കാൻ പറ്റുക അല്ലെങ്കിൽ അവർക്ക് സർവീസുകൾ നൽകാൻ പറ്റുക, ആ രീതിയിൽ അവർ ജോയിൻ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിലുടനീളം യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു മാസം ഒരു സംസ്ഥാനത്ത് നിന്ന് അതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ടീമായിട്ട് കൊളാബ് ചെയ്ത് പഠനങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കോട്ടെ അല്ലേ? അതെ, തീർച്ചയായും. കാരണം മറ്റൊന്ന് ഇവിടെ ഇൻഡോർ എന്നുള്ള മധ്യപ്രദേശിലായതുകൊണ്ട് തന്നെ പിന്നെ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും അജ്മീറിൽ നിന്നൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാനുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതെ, അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് ഉസ്താദിന് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും കഴിയുന്ന ആളുകളൊക്കെ ഇൻഡോറിലേക്ക് വരിക, നമ്മുടെ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഈ പദ്ധതികളും പ്രവർത്തനങ്ങളിലും പങ്കാളികളാകുക, സപ്പോർട്ട് ചെയ്യുക, പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. എന്തായാലും ഉസ്താദിന്റെ ഈ ഒരു വിലപ്പെട്ട സമയം ഒരുപാട് ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ അവസരം തന്നതിന് ഒരുപാട് നന്ദി. യാത്ര തുടരുകയാണ്. ഇൻഷാ അല്ലാഹ്. ദുആയിലുണ്ടാവുക. ഇൻഷാ അല്ലാഹ്.